ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സദ്യ സ്റ്റൈൽ ടേസ്റ്റ് ആയിട്ട് ഒരു രസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. പരിപ്പ് ചേർത്ത രസത്തിൻ്റെ റെസിപ്പിയാണേ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് ഈ പരിപ്പൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഇടികല്ലിലേക്ക് കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കായംപൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകരുത്. പൊടികൾ കരിഞ്ഞു പോയാൽ ഈ രസത്തിൻ്റെ ടേസ്റ്റ് മാറും. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ ചെറുതായിട്ടാണ് തക്കാളി ഇട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ബ്ലാക്ക് കളറിലുള്ള പുളിയാണ്. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുത്ത ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമാണ് പുളിവെള്ളം ചേർത്തിരിക്കുന്നത്. കാരണം തക്കാളി നല്ല പഴുത്തായതുകൊണ്ട് അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പുളിവെള്ളത്തിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പുളിവെള്ളത്തിൻ്റെ റോ ടേസ്റ്റ് മാറിയില്ലെന്നുണ്ടെങ്കിൽ രസത്തിനൊരു പച്ച ചുവയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി പരിപ്പ് വെച്ച വെള്ളവും കുറച്ച് പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പരിപ്പ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. കൂടുതലായിട്ടും പരിപ്പിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ആ ബാലൻസ് വരുന്ന പരിപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കും. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ പരിപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരം നന്നായിട്ട് തിളച്ചാൽ മാത്രമേ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു രസത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.